പ്രത്യേക സംഘത്തിന്റെ അന്വേഷണ പരിധിയിലേക്ക് ഒരുപാട് കാര്യങ്ങൾ എത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും അവയവദാനത്തിനൊക്കെ താല്പര്യം കാണിച്ച ആളുകളെയാണോ ഇവർ ഇരകളാക്കിയത്? അതിൽ തന്നെ ഷമീർ ഇപ്പോൾ ബാങ്കോക്കിലുണ്ട് എന്നുള്ള സൂചന വരുന്നുണ്ട്. എങ്ങനെയായിരുന്നു ഇവരുടെ ഒരു മോഡസ് ഓപ്പറാൻഡി എന്നുള്ളതിലേക്ക് കൃത്യമായ അന്വേഷണം എത്തുന്ന തരത്തിൽ എന്തൊക്കെ ഘടകങ്ങൾ ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ മുന്നിലുണ്ട്? എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി അവർക്ക് കണ്ടെത്തേണ്ടി വരും? എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോവുക, അലി? സുജിയ, ഈ അവയവക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനായി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുകയാണ്. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള 10 അംഗ സംഘമാണ് ഇപ്പോൾ ഈ അന്വേഷണത്തിന്റെ ചുമതലയിൽ ഉള്ളത്. ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഈ സാബിത് നാസറിന്റെ മൊഴിയിലെ ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ പറഞ്ഞതുപോലെ അതിഭീകരമായ സാമ്പത്തിക പ്രതിസന്ധി അനുഭവിക്കുന്ന ആളുകളെയാണ് ഇവർ ലക്ഷ്യമിട്ട് പിടികൂടുന്നത്. അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അവയവദാനത്തിലൂടെ ലക്ഷങ്ങൾ അവർക്ക് നൽകാമെന്ന് വാഗ്ദാനം നൽകുന്നു. ഒരു തരത്തിൽ പറഞ്ഞാൽ 60 ലക്ഷം രൂപയോളമാണ് വൃക്ക ഉൾപ്പെടെയുള്ള ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്നതിന് ഈ ഇരകൾക്ക് വാഗ്ദാനം ചെയ്തത് എന്നാണ് സാബിത്ത് നാസറിന്റെ മൊഴിയിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ആ ആളുകളെയും വഞ്ചിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഇവരുടെ ഒരു മോഡ് ഓഫ് ഓപ്പറാൻഡി അതാണ്. അതായത് 60 ലക്ഷം രൂപയൊക്കെ വാഗ്ദാനം ചെയ്ത് ഇവിടെ നിന്നും ആളുകൾ ഇറാനിലേക്ക് കടത്തുന്നു. ഇറാനിലെത്തിയ ശേഷം ഈ അവയവം എടുത്തു മാറ്റിയതിന് ശേഷം വാക്കുമാറുകയും ഇവരോട് വാഗ്ദാനം ചെയ്തതിന്റെ 4/1 തുക പോലും നൽകാതിരിക്കുകയുമാണ് ചെയ്യുന്നത്. ഈ ഏറ്റവും വലിയ തുക ഇരകൾക്ക് നൽകിയത് സാബിത് നാസറിന്റെ മൊഴി അനുസരിച്ചാണെങ്കിൽ 6 ലക്ഷം രൂപയാണ്. അപ്പോൾ നമുക്ക് കാര്യം വ്യക്തമാണ്. 60 ലക്ഷം രൂപയോളം വാഗ്ദാനം ചെയ്ത് 6 ലക്ഷം നൽകി വഞ്ചിക്കുക എന്ന് പറയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത്. ഈ 20 ആളുകളിൽ ഒരാൾ നമ്മൾ പറയുന്ന പാലക്കാട് സ്വദേശിയായ ഷമീറാണ്. ഷമീർ ഇപ്പോൾ ബാങ്കോക്കിൽ ഉണ്ട് എന്ന നിലയിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. ബാക്കി 19 ആളുകളും നോർത്ത് ഇന്ത്യൻ സ്വദേശികളാണ്. അവർ ബാംഗ്ലൂർ, ഹൈദരാബാദ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലെല്ലാം ജോലി ചെയ്യുന്ന ആളുകളാണ്. അവരെ സാമ്പത്തികമായി പ്രലോഭനം നൽകിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള കുടുക്കിൽ വീഴിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം സാബിത് നാസറിന്റെ മൊഴിയിൽ നിന്നും ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് ഹൈദരാബാദിലുള്ള സംഘമാണ് ഈ പറയുന്ന അവയവക്കടത്തിലെ ഏറ്റവും പ്രധാനികൾ എന്നുള്ളതാണ്. ഹൈദരാബാദിൽ വെച്ചാണ് ഈ സംഘങ്ങളെ താൻ പരിചയപ്പെടുന്നത്. ഇവർ വഴിയാണ് വിദേശത്തേക്ക് ഈ ഓർഗൻസ് കടത്തുന്ന സംഘങ്ങളുമായി, വിദേശ തട്ടിപ്പ് സംഘങ്ങളുമായി തനിക്ക് ബന്ധമുണ്ടായത് എന്നതുൾപ്പെടെയുള്ള മൊഴിയാണ് ഇപ്പോൾ സാബിത് നാസർ പോലീസിന് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് ഇനി മുന്നോട്ട് പുരോഗമിക്കാനുള്ളത്. ഈ കൊണ്ടുപോയവരിൽ നമ്മൾ ഈ പറഞ്ഞ 19 ഇതര സംസ്ഥാനക്കാരിൽ, ഉത്തരേന്ത്യക്കാരിൽ ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ പോലും ഈ ഘട്ടത്തിലും വ്യക്തതയില്ല. അവിടെ വെച്ച ആളുകൾ മരണപ്പെട്ടതായുള്ള സൂചനയും പോലീസ് ഈ ഘട്ടത്തിൽ തള്ളിക്കളയുന്നില്ല. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഷമീറിന്റെ വിവരം മാത്രമാണ്. ബാക്കിയുള്ള ആളുകളെ പറ്റിയുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സമാനമായ നിലയിൽ ഈ പറയുന്ന സാബിത് നാസറിന് പുറമെ കേരളത്തിൽ നിന്ന് ആരെങ്കിലും ഇത്തരത്തിലുള്ള ഈ കണ്ണിയിൽ ഉണ്ടോ, ഈ ചങ്ങലയിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഹൈദരാബാദിലുള്ള ഈ സംഘം, ആ സംഘത്തെ പറ്റിയുള്ള കാര്യങ്ങളിലേക്ക് കൂടിയുള്ള അന്വേഷണമാണ് ഈ ഘട്ടത്തിൽ വ്യാപിക്കാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള ഒരു കേസായതുകൊണ്ട് തന്നെ വിദേശ ഇടപെടലുകൾ അടക്കമുള്ളത് കൊണ്ട് തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഉടൻ തന്നെ ഈ സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചേക്കാം. ഇതുമായി ബന്ധപ്പെട്ട പ്രാരംഭ അന്വേഷണങ്ങളും പരിശോധനകളും എല്ലാം തന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പുറത്തു വരുന്നത്. എന്തായാലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ നിമിഷത്തിലും സാബിത് നാസറിന്റെ മൊഴിയിലെ ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും നമുക്ക് പങ്കുവെക്കാനുള്ളത്. സുജയ, ഓക്കെ, കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുക. ഇതൊരു വലിയ റാക്കറ്റ് ആണ് എന്നുള്ള സൂചനകളാണ് പ്രാഥമികമായും വരുന്നത്. കാരണം ഈ സാബിത്ത് തന്നെ 2019 ഒരു വൃക്കദാനം ചെയ്യാനായി വന്ന് ഈ സംഘത്തിനൊപ്പം ചേർന്ന് പിന്നീട് അങ്ങോട്ട് റിക്രൂട്ടിംഗ് ഏജന്റായി മാറുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ആ അന്വേഷണവുമായി അലി മുന്നോട്ട് പോകുക.